നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. രഘുവേട്ട, ഞങ്ങളിൽ നിന്ന് ഇനിയും എന്തെങ്കിലും രഘുവേട്ടനെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചെങ്കിൽ അത് രഘുവേട്ടന് കൂടുതൽ അപകടം ഉണ്ടാക്കും. ഇപ്പൊ തന്നെ അമ്പിളി ചേച്ചിക്ക് രഘുവേട്ടന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. നമ്മുടെ കുടുംബം മുഴുവൻ തകർന്ന് തരിപ്പണാവുന്ന കാണണോ രഘുവേട്ടന്? അനു, സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആദിയുടെ ഭാര്യയും കുഞ്ഞിനെയും ഞാൻ ഇപ്പോഴും സഹായിക്കുന്നുള്ളത് സത്യമാ. അതാ കുഞ്ഞിനെ ഓർത്തൊന്നു മാത്രം, അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ രഘുവേട്ടൻ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുമ്പോ സ്വന്തം കുടുംബവും കുഞ്ഞും രഘുവേട്ടൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. രഘുവേട്ട, എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയ റിസ്ക് അവർക്ക് വേണ്ടി എടുക്കാൻ പാടില്ലായിരുന്നു. രഘുവേട്ടൻ അവർക്ക് പണം കൊടുത്ത് സഹായിച്ചോ? അത് രഘുവേട്ടൻ ചെയ്യണം. ഇല്ലെങ്കിൽ ആദിലിന്റെ സ്വർണം സ്വന്തമാക്കിയതിന്റെ കുറ്റബോധം രഘുവേട്ടന് വേട്ടയാടും. രഘുവേട്ട, അന്ന് തീരുമാനിച്ചതുപോലെ 10 ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകി രഘുവേട്ടന് മാറി നിന്നൂടെ? അല്ല, ഇനിയിപ്പോ ആ തുക പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും രഘുവേട്ടൻ അവർക്ക് കൊടുത്തോ? ആരും അതിനെ എതിർക്കില്ല, അമ്പിളി ചേച്ചി പോലും. ഞങ്ങൾക്ക് വേണ്ടത് രഘുവേട്ടനെയാ, അല്ലാതെ പണമല്ല. അനു, ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സ് ശുദ്ധമാ. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാതെ അവർ ഹോസ്പിറ്റലിലെത്തിയത്. എല്ലാ കാര്യങ്ങളും ദാസങ്ങളും അറിയാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്കിളിനോട് ചോദിച്ചു നോക്ക. വേണ്ട രഘുവേട്ട, രഘുവേട്ടൻ അന്നും പറഞ്ഞത് ദാസങ്ങളിനെല്ലാം അറിയാന്ന. അതുകൊണ്ട് കാര്യമില്ല. അമ്പിളി ചേച്ചി ഇതെങ്ങാനും കൈയോടെ പിടിച്ച ദാസങ്ങളിലെ നല്ല ദൈവത്തിന് പോലും ചേച്ചിയും രഘുവേട്ടനെയും പിന്നീട് ഒരുമിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. ചേച്ചി, ഇപ്പൊ തന്നെ അമ്പിളി ചേച്ചി വിളിച്ച് രഘുവേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറ. ഇല്ലെങ്കിൽ വിനയൻ ചേച്ചിയുടെ മനസ്സിൽ വേഷം കുത്തിയേക്കും.